ഈ കടയിലുള്ള വേസ്റ്റ് എല്ലാം കൊണ്ട് ഇതാണ് ഇടുന്നത്. മൂക്കും പൊത്തിക്കൊണ്ടാണ് പോകുന്നതിൽ. ഇതിനൊരു നടപടിയും സർക്കാരോ നഗരസഭ ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നത്. ഭയങ്കര സ്മെല്ലും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഗവൺമെന്റ് പല ഗവൺമെന്റുകളും വന്നും പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ അവർ മരുന്നായിട്ട് കണ്ടില്ല. ഇതൊരു വൻകിട മാലിന്യ പ്ലാന്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ സംശയം തെറ്റാണ്. ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാർ വന്നു പോകുന്ന കൊട്ടാരക്കരയിലെ KSRTC ബസ് സ്റ്റാൻഡും പരിസരങ്ങളുമാണ് ഇത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടിക്കണക്കിന് രൂപയാണ് മാലിന്യ സംസ്കരണത്തിനും ശുചീകരണ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നത്. എന്നിട്ടും കുന്നുകൂടിക്കിടക്കുന്ന ഈ മാലിന്യങ്ങൾ കാണുവാൻ ആരുമില്ലേ? അതോ അധികാരികൾ കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുകയാണോ? ചേട്ടാ, ഈ മാലിന്യങ്ങൾ കാരണം ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്? മാത്രമല്ല, സ്കൂൾ കുട്ടികൾക്കും നാട്ടുകാർക്കും യാത്രക്കാർക്കും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായി. ഇത് സ്മെല്ല് കാരണം ഈ കടയിലുള്ള വേസ്റ്റ് എല്ലാം കൊണ്ട് ഇതാണ് ഇടുന്നത്. നേരത്തെ കണ്ട കളക്ടർ ആവശ്യപ്പെട്ട് ഈ വേലി കെട്ടിയതാണ്. ആ വേലിയൊക്കെ ഇപ്പോൾ പൊളിച്ചിട്ട് ഈ രാവിലെ അവർ 6 മണി കഴിഞ്ഞാൽ സ്കൂൾ ട്യൂഷന് പോകുന്ന പിള്ളേർ ഒരു ആയിരക്കണക്കിന് പിള്ളേരെ അതിലെ രാവിലെ പോകുന്നത്. അവർ മൂക്കും പൊത്തിക്കൊണ്ടാണ് പോകുന്നതിൽ. ഇതിനൊരു നടപടിയും സർക്കാരോ നഗരസഭയോ സ്വീകരിക്കുന്നില്ല. ഇതിനെപ്പറ്റി ഇവിടെ ആർക്ക് കംപ്ലൈന്റ് ഒന്നും കൊടുത്തിട്ടില്ല? കംപ്ലൈന്റ് നമ്മൾ കൊടുക്കാറില്ല. യാത്രക്കാർ കൊടുത്തിട്ടുണ്ട് ഇതിന് മുമ്പിട്ട്. അവരാരും ഒരു നടപടി സ്വീകരിച്ച് ബസ്സുകൾ കൊണ്ടിടുമ്പോൾ അതിന്റെ മറവിൽ ഇത് ചെയ്യുന്നത്. അവിടെ ബാത്റൂം ഉണ്ട്, അതിലാരും പോകാറില്ല. ഇതിന്റെ ബസ്സിന്റെ മറവിൽ ഇത് തന്നെ ചെയ്യുന്നത്. അതെ, ഒരു മിനിറ്റ്. ഇവിടെ പഠിക്കുന്ന കുട്ടിയാണോ? ഓക്കെ. ഇവിടെ ഈ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയുന്നത്? ഇവിടെ കുറെ നാളായിട്ട് ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നത്. ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. എന്തൊക്കെ വേസ്റ്റ് ഉണ്ടെന്ന് തന്നെ അറിയത്തില്ല. ഭയങ്കര സ്മെല്ലും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഇവിടെ മാത്രമല്ല, അവിടെയൊക്കെ ഇവിടെ ഫുള്ള് വേസ്റ്റാ. ഫുള്ള് എന്താ പറയാ, സിഗരറ്റിന്റെയും ഒരു ഫുള്ള് വേസ്റ്റ്. ഇടയ്ക്ക് വെച്ച് ഒരു പിള്ളേരൊക്കെ നിർത്തിയൊക്കെയായിരുന്നു. അതിനുശേഷം പിന്നെ ഫുള്ള് വേസ്റ്റ് ഒക്കെ ഫുള്ള് തീർക്കെന്തോ ബസ് കയറാൻ വന്നാലും നല്ല സ്മെല്ലാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കോളേജിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം ഇങ്ങനെ മാലിന്യമുക്ത കേരളം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ അതൊന്നും പ്രാബല്യത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ സ്കൂൾ കോളേജുകളുടെ പിള്ളേരെല്ലാം വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അവർ വന്ന് മറ്റുള്ള മുതിർന്നവരായ വിശ്രമിക്കുകയും എടുക്കുകയും ചെയ്യുന്ന സ്ഥലം കൂടാണ്. പല ഗവൺമെന്റുകളും വന്നും പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ഓരോ ഘട്ടമായിട്ടാണ് അവർ തിന്നുന്നത്. പക്ഷേ ഈ വേസ്റ്റിന്റെ കാര്യത്തിൽ അവർ ഇതുവരെ ഒരു ഏകദേശം 5 വർഷം കൊണ്ട് സ്കൂൾ കോളേജുകളിൽ എല്ലായിടത്തും പോയി വരുന്നതാണ്. പക്ഷേ ഇതുവരെ അവർ മരുന്നായിട്ട് കണ്ടില്ല. ഇപ്പോൾ സ്റ്റാൻഡിന്റെ ഇവിടെ തുടങ്ങി ഇതും കൂടെ മാറ്റിയിരുന്നെങ്കിൽ നല്ലതായിരിക്കും. കൊട്ടാരക്കരയുടെ വികസന കുതിപ്പിന് ചുക്കാൻ പിടിക്കേണ്ട ഈ ബസ് സ്റ്റാൻഡുകൾ ശുചിത്വത്തിന്റെ കാര്യത്തിൽ വളരെ പുറകിലാണ്. എന്നാണ് ഈ നഗരത്തിന് ഒരു ക്ലീൻ ബസ് സ്റ്റാൻഡ് ലഭിക്കുക? അധികൃതർ കണ്ണു തുറക്കുന്നത് വരെ ഞങ്ങളുടെ ഈ അന്വേഷണം തുടരും.